കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ്റെ സഹസ്ര കോടികൾ വിലമതിക്കുന്ന നിധി സത്യമംഗലം കാട്ടിലെവിടെയോ കുഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വീരപ്പൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ നിധി തേടി സത്യമംഗലം കാട്ടിലൂടെ കയറി കുഴിച്ചു മറിച്ചു. ജീവനത്തോടെ ഉണ്ടായിരുന്ന വീരപ്പനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് വീരപ്പൻ രഹസ്യമായി കുഴിച്ചിട്ട നിധി കണ്ടുപിടിക്കൽ. ഇപ്പോൾ ആ നിധി അന്വേഷണമൊക്കെ നിന്നു. ഇതിന് സമാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. കൊടും കുറ്റവാളിയായ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയുടെ വൻ നിധി, അതായത് ഇയാൾ പനവേൽ ആസ്ഥാനമാക്കിയുള്ള റെയിൽ കൊള്ള സംഘത്തിലെ അംഗമാണ്. 14ഓളം കേസുകൾ ഇയാൾക്ക് എതിരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സമ്പാദിച്ചെടുത്ത വലിയ തുക കോയമ്പത്തൂരിലെ ഒരു സെമിത്തേരിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ വാർത്ത കണ്ടിരുന്നു സാർ. അത് ആദ്യം വെളിപ്പെടുത്തിയത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ്. അതെ, വെളിപ്പെടുത്തിയത് കേരള ജയിൽ വകുപ്പിലെ വലിയൊരു പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന അബ്ദുൽ സത്താർ എന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര ജയിലിലാണ്. അപ്പോൾ അദ്ദേഹം ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയ ആദ്യത്തെ കാര്യം, ഒന്ന്, അദ്ദേഹം എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. അതെ, ഒരു യൂണിഫോം അതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എല്ലാം ഒരു ആത്മഹത്യാപരമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആയിരിക്കും, പക്ഷെ ലോകം അറിയട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും, ഒരുപാട് പേർക്ക് മുന്നറിയിപ്പാകട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു. ഇപ്പോ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ഇപ്പോൾ ഈ ഒരു ചാനൽ രഹസ്യ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു എന്ന തരത്തിലൊക്കെയാണ് വാർത്ത പുറത്തു വന്നത്. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നടപടി വന്നാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന തരത്തിലാണെന്ന് പിന്നീട് ഒരു ആക്ഷേപവും വന്നു. പക്ഷേ നടപടി വന്നു. അത് പ്രതീക്ഷിച്ച പോലെ തന്നെ നടപടി വന്നു. അദ്ദേഹത്തിന്റെ പേരെയാണ് നടപടി വന്നത്. അന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂസ് അവിടെ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് ജയിലുദ്യോഗസ്ഥന്മാർ എപ്പോഴെങ്കിലും ഗോവിന്ദച്ചാമിയുമായി ഇടപെടാനോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് പെരുമാറാനോ ഇടയാക്കിയ ജയിലുദ്യോഗസ്ഥന്മാരൊക്കെ നേരെ ഓടിയത് സ്വന്തം വീട്ടിലേക്കാണെന്നാണ്. പേടിച്ചുപോയി, വാതിലടച്ച് വീട്ടിനകത്തിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗോവിന്ദച്ചാമി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രേ. ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഇദ്ദേഹം ഒരു പേപ്പട്ടിയുടെ സ്വഭാവമാണല്ലോ. ഒന്ന്, ഇവർക്ക് സൈക്കിക്കാണ് ഈ മനുഷ്യൻ, ഭീകരനാണ് ഇദ്ദേഹം, ഒന്നും പറയണ്ട. അതെ, എന്തും ചെയ്യും. അപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ പരസ്യമായി നേരത്തെ കണ്ണൂർ ജയിലിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ. പറഞ്ഞേക്കാം, ഞാൻ ഏത് സമയത്തും ജയിലിൽ ചാടും. എന്നെ തടയാൻ ആരെങ്കിലും വന്നാലുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ മരുന്നൊന്നുമില്ല, എന്നെ തടയാൻ ആരെങ്കിലും വന്നാലുണ്ടല്ലോ, ഓർത്തു വെച്ചോ, ഞാൻ നേരെ ചെല്ലുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും. എപ്പോൾ ചാടിയാലും. ഇപ്പൊ നീ എന്നെ തടഞ്ഞാൽ എന്നാലും ഞാൻ ചാടും. ചാടിയാൽ ഞാൻ നേരെ വരുന്നത് നിന്റെ കുടുംബത്തിലെ, നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ കുടുംബത്തിലെ ഓരോ പെൺകുട്ടിയെയും ഞാൻ റേപ്പ് ചെയ്യും എന്നാണ്. അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. ഇത് ഉന്നയിക്കുകയാണ് അദ്ദേഹം. പിന്നെ എന്തുകൊണ്ട് എന്നിട്ടും ഈ കൊടും കുറ്റവാളിയെ ജയിൽ അധികൃതർ സംരക്ഷിക്കുന്നു എന്നതിന്റെ കാരണം കൂടി അബ്ദുൽ സത്താർ പറയുന്നുണ്ട്. അത് പേടി മാത്രമല്ല, ചില വ്യാമോഹങ്ങളും കൂടിയാണ്. അതാണ് സാറ് പറഞ്ഞ ഇഷ്യൂ. അതിൽ ഈ സംഭവം ഉണ്ട്. കോയമ്പത്തൂരിലെ സെമിത്തേരിയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഞാൻ മോഷ്ടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്കല്ലാതെ ആർക്കും കണ്ടെത്താനാവില്ല. അത് പോയി ഞാൻ എടുക്കുന്നു മാത്രമല്ല, സുരക്ഷിതമായിട്ട് അത് എനിക്ക് സ്വന്തമാക്കാനും പറ്റും. അങ്ങനെ ആക്കിയാൽ പലർക്കും അതിൻ്റെ വിഹിതം കിട്ടും. ഓഫർ ചെയ്തിരുന്നു എന്ന് പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭീഷണി, അല്ലെങ്കിൽ പ്രലോഭനം. ഇത് രണ്ടും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ ആ ജയിലിനകത്ത് കിട്ടിയിരുന്നു. ഇപ്പോഴും സാറ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ധൈര്യമുള്ള പല മീഡിയയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇത്ര കഷ്ടപ്പെട്ടൊന്നും ആവില്ല അദ്ദേഹം പുറത്തു വന്നത്. അനായാസം പുറത്തു വരാനുള്ള സൗകര്യങ്ങൾ ആ ജയിലിനകത്ത് ഒരുക്കി കൊടുത്തിരുന്നു. 2-3 വഴിക്ക്. ഒന്ന്, ജയിൽ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഈ 2 വഴിക്ക് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഒന്നുകിൽ പ്രലോഭനം, അല്ലെങ്കിൽ ഭീഷണി. 2, കണ്ണൂർ ജയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്രിമിനലുകളുടെ ഒരു മാഫിയയുണ്ട്. ഗോവിന്ദച്ചാമിക്ക് മാത്രമല്ല, അവിടെ ആ ജയിലിനകത്ത് ഏത് കൊടും കുറ്റവാളിക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ കുറ്റവാളികൾക്ക്, അതും CPM-ന്റെ ഗുണ്ടാപ്പടക്ക് ലഭ്യമല്ലാത്ത ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല. എന്തും കിട്ടും. പുറത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ ലഭ്യമാണോ അത് മുഴുവൻ ആ ജയിലിനകത്ത് ലഭ്യമാണ്. അത് ഏർപ്പാടാക്കി കൊടുക്കുന്ന മുഴുവൻ ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പിന്നെ അപ്പോൾ ആലോചിച്ച് നോക്കൂ, കൂട്ടാളികളായ ക്രിമിനലുകളുടെ മുഴുവൻ പിന്തുണ, അവരുടെ രാജാവായും അവരുടെ നേതാവായും ഈ കൊടിയ കുറ്റവാളി. ആ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതാകട്ടെ പേടി കൊണ്ടായാലും മോഹം കൊണ്ടായാലും സംരക്ഷിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥൻ. ഒരു വലിയൊരു തമാശ പറഞ്ഞു കേട്ടത്, എനിക്ക് കൃത്യത ഉറപ്പില്ല, എന്നാൽ പോലും ഞാൻ വായിച്ച 1-2 മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു. അതായത് ഗോവിന്ദച്ചാമി ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു കയറുണ്ടാക്കി,
അതിൽ പിടിച്ച് മതിചാടി എന്നാണല്ലോ പറയുന്നത്. ഈ കുരുക്ക് മുകളിൽ കെട്ടിയിരുന്നു. പിന്നെ എങ്ങനെയാണ്? വെറുതെ ഉടക്കിയിടാൻ പറ്റില്ലല്ലോ, തുണിയല്ലേ. അവിടെ കെട്ടിയിരുന്നെങ്കിൽ ഈ ഗോവിന്ദച്ചാമി കയറി കെട്ടിയെങ്കിൽ പിന്നെ അയാൾക്ക് വീണ്ടും താഴെ ഇറങ്ങി കയറെ പിടിച്ച് കയറേണ്ട കാര്യമില്ല. ഇല്ല, അവിടെ അങ്ങോട്ട് ചാടിയാൽ മതി. അപ്പൊ എങ്ങനെയാണ് ഈ കുരുക്ക് അവിടെ കെട്ടിയത്? വെറുതെ കയറിഞ്ഞാൽ മുകളിൽ ഉടക്കിയിരിക്കുക, അല്ലെങ്കിൽ വല്ല കൊളുത്തോ ഒക്കെ വേണം. അതൊന്നുമില്ല. വെറുതെ ഈ ബെഡ്ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ വടം പോലെ ആക്കിയിട്ട് അതവിടെ കെട്ടിയിരുന്നെങ്കിൽ ആര് കെട്ടി? രണ്ടാമത്തത്, ഒറ്റക്കയ്യനായ ഇയാൾ പിടിച്ചു കയറുമ്പോൾ ആ മതിലിൽ മുഴുവൻ പായലുണ്ട്. അവിടെ ഒരു പാടുമില്ല, ഒരു സ്ക്രാച്ച് പോലും ഇല്ല, ഒരു പോറൽ പോലും ഇല്ല. ഈ ഒറ്റക്കയ്യൻ ഈ ക്രിമിനൽ എത്ര വലിയ കൊടിയും ക്രിമിനലായാലും എത്ര തന്നെ ധൈര്യം ഉണ്ടായാലും എന്തും ചെയ്യാൻ അറക്കാത്ത ഒരു തരം മാനസികാവസ്ഥയുള്ള ആളാണെങ്കിൽ പോലും ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയും ഉയരത്തിൽ, അതും കൊടും മഴ പെയ്യുന്ന പായൽ നിറഞ്ഞ, സാറ് പറഞ്ഞു ഈ പായലിനകത്ത് ചവിട്ടിയതോ വഴുക്കിയതോ ആയ അടയാളമില്ല എന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് കണ്ണൂർ ജയിലിനകത്ത് സത്യത്തിൽ ഈ അബ്ദുൽ സത്താറിന്റെ പ്രസ്താവന വരുമ്പോഴെങ്കിലും എന്താ ചെയ്യേണ്ടത്? അടിയന്തരമായ അന്വേഷണം നടത്തുകയാണ്. ഇന്ന് വേറൊരു പത്രത്തിലെ വേറൊരു വാർത്ത സാർ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്താണെന്നറിയോ? തൽക്കാലം അന്വേഷണത്തിൽ ഉത്തരവിട്ടു. എവിടെ അന്വേഷിക്കാൻ? ഗോവിന്ദച്ചാമി കഴിഞ്ഞ സെല്ലിൽ മാത്രം അന്വേഷിക്കാൻ. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു ചോദിച്ചു അത്രേ, അല്ല സാറേ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുഴുവൻ സെല്ലുകളിലും അന്വേഷിക്കണ്ടേ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അൺടിൽ ആൻഡ് അൺലെസ് ആ തടവ് പുള്ളികളുടെ അനുമതി ഇല്ലാതെ അവരുടെ സെല്ലിൽ കയറണ്ടാണ്. അതെ, ആരാണ് ഭരിക്കുന്നത്? തടവ് പുള്ളികളായ ക്രിമിനലുകളാണോ അതോ നമ്മുടെ നീതിന്യായ പാലനത്തിന്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാരാണോ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ സാർ അത്? സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളെക്കാൾ വലിയ ക്രിമിനൽ കേന്ദ്രങ്ങളായിട്ട് ക്രിമിനലുകളെ നന്നാക്കാനും ശിക്ഷിക്കാനും കൊണ്ടുവന്ന ജയിലുകൾ വലിയ ക്രിമിനലുകളുടെ ഭരണകേന്ദ്രമായി മാറും. അവർ ഭരിക്കുകയാണ് അവിടെ. ജയിൽ IG-മാരെ DIG-മാരെ ഈ സൂപ്രണ്ടുമാരെ ഒക്കെ ഭരിക്കുന്നത് നമ്മളെ നാട്ടിലെ ഈ കൊടിയ ഗുണ്ടാ തലവന്മാരും കൊട്ടേഷൻ സംഘങ്ങളും കൊടും കുറ്റവാളികളും ആണ് എന്നല്ല അതിൻ്റെ അർത്ഥം. വാർത്ത ഇന്നും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ ജയിലിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നത്, ഗോവിന്ദച്ചാമിയെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞ് ഗോവിന്ദച്ചാമി കോടതി മുമ്പാകെ ഒരു അപേക്ഷ വെച്ചിരുന്നു. തന്നെ കേരളത്തിലെ ജയിലുകളിൽ നിന്ന് പാർപ്പിക്കരുത്, തമിഴ്നാട്ടിലെ ജയിലിൽ താമസിപ്പിക്കണം. അപ്പോൾ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ അയാൾ ജയിലിൽ ചാടിയാൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തയൊന്നുണ്ടാവും, ഒരു ജയിൽ ചാട്ടം. പിന്നെ ഒരു പക്ഷേ ഈ കോയമ്പത്തൂർ ശ്മശാനത്തിലുള്ള നിധി എടുത്തുകൊണ്ട് മുങ്ങാനുള്ള സൗകര്യം കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കാം തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഇയാൾ വഴി കൃത്യമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വഴി തെറ്റിയില്ലായിരുന്നെങ്കിൽ ഇയാൾ പനവേലിലേക്ക് പോകുമായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പനവേലിലെ ഈ റെയിൽ കൊള്ള സംഘമുണ്ട്, പനവേൽ കേന്ദ്രീകരിച്ച് സൗത്ത് ഇന്ത്യ വഴി നീണ്ടു കിടക്കുന്ന റെയിൽ കൊള്ള. ആ സംഘത്തിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്, അവരാണ് ഇയാൾക്ക് കേസിന് വേണ്ടി സഹായിച്ചതെന്നൊക്കെ പണ്ടേ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് പാളിപ്പോയത്. ഒരു പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിയും സംഘവും വീണ്ടും പനവേൽ മുതൽ കേരളം വരെ നീളുന്ന സൗത്ത് ഇന്ത്യൻ മേഖലയിൽ ക്രിമിനൽ സംഘത്തെ നയിക്കുന്ന ഒരു പക്ഷേ ഗോവിന്ദച്ചാമി ആവുമായിരുന്നു. ഇത് ഇതിന്റെ ഒരു ആശങ്ക എന്താണെന്നറിയോ? ഇപ്പൊ അബ്ദുൽ സത്താറിന് ഇത് പറയാൻ തോന്നിയത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷ ഓർത്താണ്. അതിലപ്പുറമുള്ള സാമൂഹ്യ താല്പര്യങ്ങളല്ല. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ലാതെ. എന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു ജയിലിനകത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഒരേ തരത്തിൽ ചിന്തിക്കേണ്ടി വരിക. ഒരാൾക്ക് മാത്രം എങ്ങനെ വേറിട്ട് നിൽക്കാൻ പറ്റും? ഒരാൾക്ക് മാത്രം അതിനകത്ത് നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ആരാ സംരക്ഷിക്കേണ്ടത്? ആരാ സത്യത്തിൽ നടപടിയെടുക്കേണ്ടത്? ഇപ്പൊ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറയുന്നു, ഇപ്പൊ അന്വേഷണം അവിടെ മതി കേട്ടാ, ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോന്നാൽ മതി. സാറേ അപ്പുറത്തും ഇപ്പുറത്തും നോക്കണ്ടേന്ന് നോക്കുമ്പോൾ സമ്മതിച്ചാൽ മതി. അവര് ചോദിച്ച ഇയാൾ ആരാണ്? ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റവാളിയുടെ മുറിയിൽ കയറി പരിശോധിക്കാൻ കുറ്റവാളി സമ്മതിക്കണം. എവിടുത്തെ നിയമമാണ് ഇത്? ഏത് നീതിയാണ്? ആലോചിച്ചു. കുറ്റവാളിയുടെ മുറിയിലല്ല, കുറ്റവാളിയുടെ ജയിൽ മുറിയിൽ. ഞാൻ പറയുന്നത് ഇതിനെ പണ്ട് എവിടെയോ ഞാൻ വായിച്ചൊരു വാക്ക്, ക്രിമിനോക്രസി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ജനാധിപത്യം, ഡെമോക്രസി അല്ല, കുറ്റവാളികൾ വാഴുന്ന നാട്. അവരോട് ചോദിച്ചിട്ട് സാറേ ഞാൻ നിന്റെ ഒരു FIR ഇട്ടോട്ടെ, അതെ, ഞാൻ സുഖവിവരങ്ങളൊന്ന് അന്വേഷിച്ചോട്ടെ, ഞാൻ ആ മുറിയിലൊന്ന് കയറിക്കോട്ടെ എന്ന് അവനോട് അനുമതി ചോദിച്ചിട്ട് വേണം അന്വേഷണം നടത്താൻ എന്ന് പറയുന്ന ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷം ജയിൽ വകുപ്പില്, ആഭ്യന്തര വകുപ്പില്. എന്നാൽ ഇരട്ടച്ചങ്കുള്ള വലിയ മനുഷ്യന്മാര് എന്ത് പറഞ്ഞാൽ വലിയ അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പിണറായി അറിയാതെ വരുന്ന വാർത്തകളാണ്. പിണറായി അറിയാതെ പിണറായി അമേരിക്കയ്ക്ക് പോയ
സമയത്ത് പിണറായി അറിയാതെ, പിണറായിയോട് ചോദിക്കാതെ കേരളത്തിൽ SFI ഒരു സമരം ആരംഭിച്ചു. പിണറായി വന്നപ്പോൾ തൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ തനിക്കും ഗവർണർക്കും ഇടയിലുള്ള ആരോഗ്യകരമായ ബന്ധം തകർക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ആ സമരത്തെ സ്വിച്ചിട്ടതുപോലെ നിർത്തി. അതിനുശേഷമുള്ള അടുത്ത നീക്കമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. അതും പിണറായിയെ ലക്ഷ്യമാക്കി ഒരു സംഘം ആസൂത്രണം ചെയ്തതാണോ? തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് വരികയാണ്. അതിനു മുമ്പ് കേരളത്തിലെ ക്രമസമാധാന മേഖല ആകെ തകർച്ചയിലാണ്. ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു. അതിനുശേഷം ഗോവിന്ദച്ചാമി 1-2 ക്രൈം കൂടെ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ഗ്യാസ് പോകും. അങ്ങനെ പിണറായിയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു സംഘം നടത്തിയ ഗൂഢാലോചനയുടെ രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു ആദ്യത്തെ SFIയുടെ സമരം. രണ്ടാമത്തേത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം എന്നൊരു കോൺസ്പിറസി തിയറി ഇപ്പോൾ പരക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് CPM-നകത്ത് നടക്കുന്ന വലിയ പിണറായി വിരുദ്ധ നീക്കത്തിന്റെ അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ പലതും പിണറായിയെ വീഴ്ത്താൻ വേണ്ടി ഇനിയും ഉണ്ടാകുമെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് വളരെ അങ്ങനെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പുതിയതാണ്. തീർച്ചയായിട്ടും അത് ഗൗരവമുള്ളതാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഈ ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റാന്വേഷണ കഥകളേക്കാൾ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോൺസ്പിറസി കൂടിയാണ്. രാഷ്ട്രീയ തടവുചാട്ടമായിരുന്നോ ഇത് എന്നാണ് അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പൊളിറ്റിക്കൽ മെയ്ഡാണ്. മാത്രമല്ല, പിണറായി വിജയൻ ഈ ജയിൽ ചാട്ടത്തെ അതീവ ഗുരുതരമായിട്ടാണ് കാണുന്നതെന്ന് വാർത്തകൾ ഉണ്ടല്ലേ? വളരെ സീരിയസ് ആയിട്ട് പിണറായി അത് അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഘട്ടത്തിൽ അത് പ്രതീക്ഷ. മാത്രമല്ല, ജയിൽ DGPക്ക് സുഖമില്ല. അതുകൊണ്ട് ജയിൽ DGPയുടെ ചുമതലയിലേക്ക് പിണറായിയുടെ വിശ്വസ്തനായ MR അജിത് കുമാർ വരുന്നു എന്നും വാർത്തകളുണ്ട്. അല്ല, അത്രയെങ്കിലും ഈ കാര്യത്തിൽ ഒരു കൊടിയ കുറ്റവാളിയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള നീക്കത്തിൽ എന്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണെങ്കിലും ആ കേട്ട വാർത്ത പോസിറ്റീവാണ്. നമുക്കതിനെ തൽക്കാലം, കാരണം എന്തൊക്കെ പറഞ്ഞാലും MR അജിത് കുമാർ ഒരു ടഫ് കോപ്പാണ്, പോലീസ് ഓഫീസറാണ്. അല്ല, അങ്ങനെ ഒരാളാണ് ഈ സമയത്ത് വേണ്ടത്. ഈ സമയത്ത് ജയിൽ വകുപ്പിനെ വിട്ടുവീഴ്ചയില്ലാതെ കണ്ണടച്ച് ഈ ഒരാൾ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും സർ. അബ്ദുൽ സത്താർ പറയുന്നത് ഇവനെ കേരളത്തിലെ ജയിലിലേക്ക് ആദ്യം കിട്ടിയ ദിവസം എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു, കൊല്ലണമായിരുന്നു. ആർക്കും ധൈര്യമില്ലെങ്കിൽ ഞാൻ തയ്യാറാണ്, എനിക്ക് അത്രയേറെ ഇവൻ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവനെ കൊല്ലാൻ, വധശിക്ഷ നടപ്പാക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് അബ്ദുൽ സത്താർ പറയുന്നുണ്ട്. അതൊരു മനുഷ്യന്റെ ഭീതിയുടെ അങ്ങേയറ്റമാണെന്ന് മതി. അങ്ങനെയല്ല, അത് പറയുമ്പോഴാണോ നമ്മൾ ഉത്തർപ്രദേശിനെ ഓർക്കുന്നത്, യോഗി ആദിത്യനാഥിനെ ഓർക്കുന്നത്. പരസ്യമായിട്ട് പറഞ്ഞില്ലേ, നിന്റെ ചോരയിൽ മണ്ണ് പുരളും എന്ന് അവിടുത്തെ ഗുണ്ടാത്തലവന്മാരോട് പറഞ്ഞു. അവരൊക്കെ കസ്റ്റഡിയിലും ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ വെടിയേറ്റ് മരിച്ചു. രാജ്യത്ത് മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല, ഒരു വിട്ടുവീഴ്ചയും. ആസാം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ തന്നെ ആണയിട്ട് പറഞ്ഞൊരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷൂട്ട് അറ്റ് സൈറ്റ്. അത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മുദ്രാവാക്യമാണ്. അതെ, നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവനോട് രണ്ടാമതൊരു ചിന്തയില്ല. അവനെ ആട്ടർ പിടിച്ചോണ്ട് വരുമ്പോഴേ, ജയിലിൽ ചാടി തിരിച്ചു വരുമ്പോഴേ ആട്ടർച്ച കൊടുത്ത് സ്വീകരിക്കല്ല വേണ്ടത്. വേണ്ടത് അവനെ ചോദ്യമോ, അവന് കൃത്യമായിട്ട് ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനോട് ചർച്ച, അറസ്റ്റ്, വിചാരണ, കോടതി, വക്കീല്, ഇതൊക്കെ തന്നെയാണ് ഈ നാടിനെ ഈ പരുവത്തിലെത്തിച്ചത്. കുറെ കൂടി ഹാർഷായ നടപടികൾ വേണം. അതിന് ആരെ മാതൃകയാക്കിയാലും അത് തെറ്റല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.